ക്വസ്റ്റ്യൻ പറയുന്നത് 45 men can finish a task in 16 days. After 6 days, 30 more men join them. How many days will they all now take to complete the remaining task? ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഒരു ടാസ്ക് ചെയ്യാൻ 45 ആൾക്കാരുണ്ട്. 16 ദിവസം കൊണ്ടാണ് ചെയ്തത്. 6 ദിവസത്തിന് ശേഷം 30 ആൾക്കാരും കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ ബാക്കി ടാസ്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദ്യം. സിമ്പിളാണ്. ഒരു ടാസ്ക് ചെയ്യാൻ 45 ആൾക്കാരുണ്ട്. 16 ദിവസം കൊണ്ടാണ് ചെയ്യുക. 6 ദിവസം എന്തായി? 6 ദിവസം ഈ 45 ആൾക്കാർ തന്നെ ചെയ്തു. 6 ദിവസത്തിന് ശേഷം 30 ആൾക്കാർ ജോയിൻ ചെയ്തു എക്സ്ട്രാ. അപ്പോൾ മൊത്തം 75 ആൾക്കാരായി. അപ്പോൾ മൊത്തം ബാക്കി ഇനി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ നമുക്ക് സാധാ ഒരു ടാസ്ക് ചെയ്യാൻ എത്ര വർക്കാവും നോക്കാം. അപ്പോൾ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു മെൻ ഇൻറ്റു ഡേയ്സ് ആണ്. മെൻ എന്താ? 45 മെൻ. ഡേയ്സ് എന്താ? 16 ഡേയ്സ്. അപ്പോൾ എത്രയായി? 720 ജൂലാണോ? അല്ല, സിമ്പിൾ മാത്സ് ആയതുകൊണ്ട് നമുക്ക് മാൻ ഡേയ്സ് എടുക്കാം. നമുക്ക് ഇത് ഫിസിക്സിലോട്ട് കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാൻ മൊത്തം 720 മാൻ ഡേയ്സ് വേണം. 720 വർക്ക് വേണം. ഇനി ആദ്യത്തെ 6 ദിവസം, ഫസ്റ്റ് 6 ഡേയ്സ് എന്താ ചെയ്ത്? 45 ആൾക്കാരുണ്ടായിരുന്നു 6 ദിവസവും. അപ്പം മൊത്തം എത്ര വർക്കായി? 270 വർക്കായി. ഞാനിപ്പോൾ വർക്ക് എന്ന് എഴുതിക്കുന്നത്. ആദ്യത്തെ 6 ദിവസം 45 ആൾക്കാരാണ് ഉണ്ടായിരുന്നത് 6 ദിവസവും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി. 45 മെൻ 6 പറയുന്നത് ഡേയ്സ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു 270 മാൻ ഡേയ്സ് എന്നായി. ഇനി നെക്സ്റ്റ് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടില്ല. എത്ര ഡേയ്സ് ആണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് എത്രയാണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് എന്താ അറിയാം? ബാക്കി എത്ര വർക്കാണെന്ന് നമുക്കറിയാം. ബാക്കി റിമൈനിങ് വർക്ക് എത്രയായിരിക്കും? 720 മൈനസ് 270 ആയിരിക്കും. 720 മൈനസ് 270 ആയിരിക്കും. അപ്പോൾ എത്ര വരിക? 450 ആയിരിക്കും. 450 ആയിരിക്കും വർക്ക് എന്ന് നമുക്കറിയാം. അതേപോലെ നമുക്ക് വേറെ എന്താ അറിയാം? വേറെ നമുക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. കാരണം ആദ്യത്തെ 6 ദിവസത്തിന് ശേഷം 45 ആൾക്കാരിൽ നിന്ന് ഒരു 30 ആൾക്കാരും കൂടി എക്സ്ട്രാ ആഡ് ആയി. അപ്പം എത്രയായി? 45 + 30. മൊത്തം 75 ആൾക്കാരുണ്ട്. 75 പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ ഇതും അറിയാം, നമുക്ക് ഇതും അറിയാം. വർക്ക് ഈസ് ഈക്വൽ ടു മെൻ ഇൻറ്റു ഡേയ്സ് ആണ്. അപ്പോൾ ഡേയ്സ് ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ മെൻ അല്ലേ. വർക്ക് എന്താ? 450. മെൻ എത്രയാ? 75. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ 6 എന്ന് വരും. 6 ഡേയ്സ് എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. താങ്ക് യു.